സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നൊക്കെ പറയുന്നൊരു പാട്ട്. അത് പാട്ട് ശരിക്കും അങ്ങനെയല്ല. പക്ഷെ ഇന്ന് നമ്മൾ പാടേണ്ടി വരുന്നത് ഈ രീതിയിലാണ്. ആരാണ് സ്വർണം കട്ടത്? ഈ കോൺഗ്രസ് ആണെന്ന് നമുക്ക് പറയാം. സഖാക്കളാണേന്നാണ് ഇവരുടെ പാട്ട്. അവരുടെയാണ് കൊങ്ങികളുടെ പാട്ട് സഖാക്കളാണേന്നാണ്. എന്നാൽ ഈ സ്വർണം കട്ടവൻ്റെയും കക്കാൻ കൂടെ നിന്നവൻ്റെയും എല്ലാത്തിൻ്റെയും ഒപ്പം നിന്നവരാരാണ്? ഈ കോൺഗ്രസ് തന്നെയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണ വിഷയം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ രീതിയിലാണ് പിണറായി വിജയനെതിരെയും ആ ഒരു പാർട്ടിക്കെതിരെയും കുറെ ഈ കൊങ്ങികളുടെ വലിയ കളികളൊക്കെ കളിച്ചത്, അല്ലെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ കളികളൊക്കെ കളിച്ചത്. എന്നാൽ ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ പ്രതിപക്ഷത്ത് നിന്ന് മാറി ഭരണപക്ഷത്തേക്ക് വന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? എന്താണ് അവരുടെ അജണ്ട? എന്താണ്? ഈ സ്വർണം കട്ടവന്മാരെയൊക്കെ പിടിച്ചകത്തിടുക എന്നുള്ളൊരു തീരുമാനത്തിലാണോ ഇവർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്? അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കൊരു രീതിയിലും തോന്നുന്നില്ല. കാരണം സ്വർണം കട്ടവരെ പറ്റി ഒരു ചോദ്യവുമില്ല, അല്ലെ സ്വർണം കട്ടവരെ പറ്റി അന്വേഷിക്കുന്നുമില്ല. ഭരണത്തിൽ വന്ന് നാളിത്രയായിട്ടും ഇതുവരെ ആ ഒരു വിഷയത്തിൽ ഒരു അപ്ഡേഷനും നമ്മൾ കാണുന്നുമില്ല. സ്വർണം കട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുൻപ് ഇവർക്ക് പ്രചാരണത്തിൽ അല്ലെ പ്രചാരണ വേളയിൽ ഇവർക്ക് വേണ്ടുന്ന ഒരു സാധനം ഈ സ്വർണ്ണക്കൊള്ളയായിരുന്നു, അല്ലേ? അതല്ലാതെ വേറെ ഒന്നും പിണറായി വിജയനെതിരെ പറയാനില്ല. പെണ്ണു വിഷയം പറയാനുണ്ടോ? ഇല്ല. അത് എങ്ങനെയാണ്? പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനായതുകൊണ്ട് തന്നെ പെണ്ണു വിഷയങ്ങളിൽ പോയി ചാടാറില്ല. അതേപോലെ തന്നെ ഈ മറ്റുള്ള ഈ ഇ ഡി കയറി വീട്ടിൽ കയറി അന്വേഷിച്ചിട്ട് പോയി എന്തെങ്കിലും കിട്ടിയോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. അവരുടെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് മകളുടെ പേരിൽ അന്വേഷിക്കണം, അല്ലാതെ പിണറായി വിജയൻ പോയി ഇരിക്കുന്ന വീടുകളിലല്ല ഈ കുന്തം കുടച്ചക്രം പൊക്കിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ടും അടപടലം തേഞ്ഞൊട്ടി തിരിച്ചു പോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇതുവരെ എത്രയോ ആരോപണങ്ങൾ നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം അന്വേഷിക്കാനായിട്ട് അല്ലെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ചെയ്തു എന്ന് പറയാനായിട്ട് ഏതെങ്കിലും ഒരുത്തന്നെ സാധിച്ചിട്ടുണ്ടോ? ഇവരുടെ ഇന്ത്യ മുന്നണിയിലിരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. ഏതെങ്കിലും ഒരുത്തിന് സാധിച്ചിട്ടുണ്ടോ? ഒരുത്തനെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സംഘികളെയും സംഘികൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെയും ശക്തമായിട്ട് എതിർക്കുന്നത്? അയാളുടെ മടിയിൽ കനമില്ലാത്തതായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതിനെ എതിർക്കാത്തത്? അവരുടെയൊക്കെ മടിയിൽ കനം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ എന്തു പറഞ്ഞാലും അതിനെല്ലാം എതിർക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ. കർക്കശ സ്വഭാവമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സ്വർണം കട്ടവരാരപ്പ ഈ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പാടിയെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ എന്തായാലും കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. അത്ഭുതകരമായിരിക്കുന്നു. ഇന്നലെ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന, ആ സ്ഥാപനത്തിന് വേണ്ടി മാധ്യമങ്ങളിൽ പ്രതിരോധിച്ച് സംസാരിച്ചിരുന്ന അഭിഭാഷകൻ ഇന്ന് നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി മാറുകയാണ്. ഈ കേസിലെ പ്രതിഭാഗത്തുണ്ടായിരുന്ന അഭിഭാഷകൻ ഈ കേസിലെ തന്നെ വാദിഭാഗത്തിന് അഭിഭാഷകനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ നിയമനം യഥാർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമനം സ്വാഭാവികമായും സംശയനിഴലിലാവുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ്. ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. കുറ്റപത്രം പോലും പൂർണ്ണമായി കൊടുക്കാത്ത കേസാണ്. കേസ് അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കുറ്റപത്രം കൊടുക്കാത്ത കേസിലാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയുടെ സ്ഥാപനത്തിന്റെ അഭിഭാഷകനായ ആളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കുന്നത് എന്നുള്ളതാണ്. അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത് സൗത്ത് ഇന്ത്യ ആകെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തുവന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ മുരാരി ബാബുവിന്റെ അഭിഭാഷകനാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കരുതാം ഒരു വ്യക്തിയുടേതാണ് എന്ന്. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും 2019 മുതൽ അയ്യപ്പന്റെ മുതൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഉരുക്കിയെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശി ഇങ്ങ് ശബരിമലയിൽ എത്തിച്ചത്. ആ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കണ്ടില്ലേ? സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീൽ ഇനി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അഭിഭാഷകൻ, ഗവൺമെന്റ് പ്ലീഡർ എന്നൊക്കെ, പബ്ലിക് പ്ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാരാണ് നിയമിച്ചിരിക്കുന്നത്? വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ, പൂക്കി മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യാർത്ഥം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം നിയമിച്ചിരിക്കുന്നതാണ് ഈ ഒരു വ്യക്തിയെ. ഈ ഒരു വ്യക്തി ശരിക്കും ഒരു മുരാരി ബാബു എന്ന് പറയുന്ന ഒരാളിൻ്റെയോ, ഇപ്പോൾ വാർത്തയിൽ കേട്ടതുപോലെ മുരാരി ബാബുവിൻ്റെയോ അവിടെ കൊള്ള നടത്തിയ അല്ലെങ്കിൽ അവിടെ ഇരുന്നിരുന്ന മറ്റ് തന്ത്രിമാരുടെയോ ആരുടെയും പേഴ്സണൽ വക്കീലോ അല്ലെങ്കിൽ അവരുടെ ആരുടെയും വക്കീലൊന്നും അല്ല. ഇയാള് ആ ഒരു സ്ഥാപനത്തിൻ്റെ വക്കീലാണ്. ആ സ്ഥാപനത്തിലാണ് ഈ പറയുന്ന മുരാരി ബാബു അടക്കമുള്ള ഈ തന്ത്രി അടക്കമുള്ള ആളുകൾ സ്വർണം കൊണ്ട് ഉരുക്കി അതെടുത്തുകൊണ്ട് വേറെ പരിപാടിക്കൊക്കെ പോയത്. എന്നിട്ട് ഇവർ പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിരുന്ന സാധനം സ്വർണ്ണമായിരുന്നില്ല, അതിൽ
ചെമ്പ് പാളിയായിരുന്നു കൊണ്ടുവന്നത്. ഈ സ്വർണത്തിൻ്റെ പാളി പോലെ തന്നെ ഇരിക്കുന്ന, അതിൽ സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നതേ ഉള്ളൂ, അത് ചെമ്പിൻ്റെ പാളിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ നിയമിച്ചിരിക്കുന്ന ഈ ഒരു അഭിഭാഷകൻ അന്ന് വാദിച്ചത്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതായിരിക്കും. അതായത് കൊണ്ടുവന്നത് സ്വർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുരാരി ബാബു അടക്കമുള്ള തന്ത്രി അടക്കമുള്ള ആളുകളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് ഇവരായിരുന്നു. അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു ആയുധം അത് ശബരിമല വിഷയമായിരുന്നു. ആ ശബരിമല വിഷയത്തിൽ എത്രത്തോളം പങ്ക് ഈ കോൺഗ്രസിനുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാണല്ലേ. ഇവരുടെ ഈ ഒത്തുകളി സംഘികളുമായിട്ട് ചേർന്നിട്ട് ഒരു സംഘി രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോഴും നമുക്ക് വളരെയധികം ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അഴിമതിക്ക് കൂട്ടുനിന്ന ആളുകളെയും അഴിമതിക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ആളുകളെയും ഒക്കെ ഈ ഒരു ഒറ്റ വിഷയത്തെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമനം കൊടുത്തതിന് പിന്നാലെ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടായപ്പോൾ ആ ഒരു നിയമനം അങ്ങ് മാറ്റി. നമുക്കറിയാം, ബന്ധു നിയമനം അല്ലെ പിൻവാതിൽ നിയമനത്തിനേക്കാൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലെ പ്രശ്നമുള്ളൊരു കാര്യം തന്നെയാണ് ബന്ധുക്കൾക്ക് സ്ഥാനം കൊടുക്കുക. ഈ PSC എഴുതി നിൽക്കുന്ന പിള്ളേരുടെ മുൻപിൽ കൂടി അവരെയൊക്കെ വെറും പട്ടികളായി കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ കൂടി സഹോദരിയുടെ ഭർത്താവിനെയും അമ്മയുടെ ആങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് മന്ത്രിയുടെ PA ആയിട്ടും അവരുടെ സെക്രട്ടറി ആയിട്ടും ഒക്കെ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് തോന്നിവാസമാണല്ലേ. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ അധികാരവർഗ്ഗങ്ങൾ മാറിയിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അപ്പോൾ അന്നും സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് വന്നു. അത് പ്രതിപക്ഷത്തുള്ള ആളുകളും നാട്ടുകാരും എല്ലാം വലിയ പ്രതിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും വിമർശനാത്മകമായതും ആയപ്പോൾ അല്ലെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ നൈസായിട്ട് അങ്ങ് പുള്ളിയെ കൊണ്ട് അങ്ങ് രാജിവെപ്പിച്ചു. ഇപ്പോൾ ഇതാ ഇങ്ങനെയും ഈ പറയുന്ന അഭിഭാഷകനെയും പിടിച്ച് ഈ പറയുന്ന പ്ലീഡറാക്കിയിട്ട് ഇതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ, വലിയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിഞ്ഞപ്പോൾ VD സതീശൻ തന്നെ രാജി ആവശ്യപ്പെട്ടു. അങ്ങനെ അവനും രാജിവെച്ചു. അപ്പോൾ ഈ സ്വർണം കട്ടവനും കിട്ടിയവനുമൊക്കെ ഒരുമിച്ച് ഒരൊറ്റ കളത്തിലേക്ക് അങ്ങ് കയറി. അപ്പോൾ ഇവിടെ ആരാണ് മണ്ടന്മാരായത്? വീണ്ടും കേരളത്തിലെ ജനങ്ങളാണ്. അപ്പോൾ ബാക്കി കേട്ട് നോക്കാം. ഹാജരായ അഭിഭാഷകനെ സർക്കാരിന്റെ ഭാഗം പറയാൻ, ദേവസ്വം ബോർഡിന്റെ ഭാഗം പറയാൻ ഏൽപ്പിക്കുന്നതോടുകൂടി ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് എന്താകും എന്ന കാര്യത്തിലാണ് നാട്ടുകാർക്ക് ആശങ്കയുള്ളത്. ഇനി എങ്ങനെയാണ് അരുൺ ഈ പ്രത്യേക അന്വേഷണ സംഘം പങ്കജ് ഭണ്ഡാരിക്കെതിരായി, സ്മാർട്ട് ക്രിയേഷൻസിനെതിരായി ഒരു നിലപാട് കുറ്റപത്രത്തിൽ സ്വീകരിക്കുക? ഉറപ്പായും ഇനി ഈ പ്ലീഡറുടെ അഭിപ്രായം കൂടി കേട്ട് മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിരിക്കുമോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? പങ്കജ് ഭണ്ഡാരി ഒന്നും അറിയില്ല എന്നാണോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? അവരുമായി ഒരു ബന്ധവുമില്ല, സ്വർണ്ണക്കച്ചവടക്കാരനായ ഗോവർദ്ധന് എന്നാണോ കുറ്റപത്രത്തിൽ എഴുതേണ്ടി വരിക? അരുൺ കണ്ടില്ലേ, കട്ടവന് തന്നെ അതിൻ്റെ താക്കോല് കൊണ്ട് കൊടുക്കുക. അതായത് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, കള്ളനെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അത് ഓൾറെഡി കേരളം ചെയ്തു കഴിഞ്ഞു. പിന്നെ കേരളത്തിലിരിക്കുന്ന ഇവർ പറയുന്നതിൽ വേറെ കാര്യമുണ്ടെന്നേ, ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ന് ഭരണപക്ഷത്ത് വരുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും ഞങ്ങൾ പറയും, അതൊന്നും ഞങ്ങളുടെ ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അതൊന്നും പ്രാവർത്തികമാക്കേണ്ട ആവശ്യകതയുള്ള കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ ഇത് പറഞ്ഞുകൊണ്ട് വിമർശിക്കാനായിട്ട് വരുന്നത്? ഞങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അതായത് ഇവിടെ ഉള്ള എല്ലാ വികസനങ്ങളും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അതായത് LDF ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളായിട്ട് ചെയ്യാൻ പോകുന്നില്ല. എല്ലാം നിർത്തിക്കാനേ പോകുന്നുള്ളൂ. ഇവിടെ ഉള്ളവർക്കൊന്നും വികസനം വേണ്ടെന്നേ. ഇവിടെ ഉള്ളവർക്കെല്ലാം ചിരി മാത്രം മതി. ആ ചിരി കൊടുക്കാൻ പിണറായി വിജയന് കഴിയില്ല. ആ ചിരി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമനങ്ങൾ ഉണ്ടാവുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ കളിക്കുന്നതെന്നുമൊക്കെ മനസ്സിലാക്കാൻ തലയിൽ അല്പം ആൾതാമസമുള്ള ആളുകൾക്ക് കഴിയും എന്നുള്ളത് ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്. അതല്ലാത്ത ആളുകൾ വീണ്ടും നമ്മളെ കൊങ്ങിയാക്കാനും നമ്മളെ കമ്മിയാക്കാനും നമ്മളെ സംഖ്യയാക്കാനും അല്ലെങ്കിൽ നമ്മളെ സുഡാപ്പിയാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. ഈ തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളെ നമ്മൾ വകവെക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിനെ ഞാൻ വീണ്ടും പറയുന്നത്, തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളൊക്കെ എത്ര കുരച്ചാലും ഞാൻ ആ പട്ടികളെ മൈൻഡേ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും എത്രയൊക്കെ നീയൊക്കെ കിടന്ന് മെഴുകിയാലും നിൻ്റെയൊക്കെ ഈ തോന്നിവാസങ്ങൾ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വിളിച്ച് കാണിക്കുക തന്നെ ചെയ്യും. പിണറായി വിജയൻ സ്വർണം കട്ടുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ വലിയ പുകില്. ഇതിനെന്താണ് നിങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്? സംഘികളടക്കമുള്ള ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അഹോരാത്രം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കുന്ന ഈ സംഘിക്കുട്ടന്മാർക്ക് അല്ലെ സംഘപരിവാറുകാർക്ക് എന്താണ് ഈ പറയുന്ന കോൺഗ്രസിനെ പറ്റി പറയാനുള്ളത്? ഞങ്ങളാണ് ഹിന്ദുക്കളുടെ മേലധികാരികൾ, അല്ലെ ഞങ്ങളാണ് ഹിന്ദുക്കളുടെ രക്ഷകർത്താക്കന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെ അങ്ങനെ മെഴുകുന്ന ആളുകളാണ് ഇവർ അല്ലേ. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം,
എന്ത് പ്രശ്നം വന്നാലും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം അലമുറയിട്ട് കരയുന്ന ആളുകളാണ് ഈ സംഘപരിവാർ. എന്നിട്ട് ഈ ഒരു വിഷയത്തിൽ കമാന്ന് രക്ഷ മിണ്ടാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ഒരച്ഛൻ്റെ മക്കളാണ് ഇവരെല്ലാവരും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വീണ്ടും കാണുകയാണ്. അതായത് സംഘപരിവാറും അതേപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസുമൊക്കെ ഒരച്ഛൻ്റെ മക്കൾ തന്നെയാണ്. ഇരട്ട കുട്ടികളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വൃത്തികെട്ട കളികൾ മനസ്സിലാവുന്ന ആളുകൾ മനസ്സിലാക്കുക. എന്തായാലും സമയം അതിക്രമിച്ചു പോയി, എല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ വർഗീയവാദികളെ, ഈ ജാതീയത തുപ്പുന്ന വിഷജന്തുക്കളെ, ഈ തോന്നിവാസം കാണിക്കുന്നവന്മാരെയൊക്കെ എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതൊരു പാർട്ടിയാണെങ്കിൽ പാർട്ടിയെ ഹൈലൈറ്റ് ചെയ്യണം, ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യണം. അത് തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ പാട്ടിനൊന്നും ഇനി അങ്ങോട്ടൊരു പ്രസക്തി ഇല്ല എന്നുള്ളൊരു കാര്യം വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.